മറ്റൊരാളുടെ തെറ്റ് നിന്റെ തലയിൽ അല്ലാഹു കെട്ടിവെക്കൂല. നീ ചെയ്തത് നീ തന്നെ അനുഭവിക്കുക. നീ ഫസാദ് പറഞ്ഞോ, നീ ഇബത്ത് പറഞ്ഞോ, നീ തെറ്റ് ചെയ്തോ, നീ കുറ്റപ്പെടുത്തിയോ, അത് മുഴുവനും നീ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ പോവുകയാണ്. വേറൊരാൾക്ക് പറഞ്ഞ വീതിച്ചു കൊടുക്കൂല. വേറെ ഒരാളുടെ തെറ്റ് പോലും നിന്റെ തലയിലേക്ക് അല്ലാഹു വെച്ച് വരൂല. നീ ചെയ്തു പോയത് മുഴുവനും നിനക്കുള്ളതാ. നീ ആരെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു പോയത്, എവിടെ നിന്നൊക്കെയാ മോചനം നടത്തിയത്, ആരെയൊക്കെയാ കുറ്റപ്പെടുത്തിയത്, ആരെയൊക്കെയാ വേദനിപ്പിച്ചത്, ഏത് യത്തീംഖാനയിൽ നിന്നാ കൈയിട്ട് വാരിയത്, ഏത് പള്ളിയുടെ സ്വത്തിൽ നിന്നാ കൈയിട്ട് വാരിയത്, ഏതുമ്മയെ നീ ചവിട്ടിയത്, ഏത് കുടുംബത്തിൽപ്പെട്ടവരെയാ പരിഹാസം പറഞ്ഞത്, ഏത് കല്യാണമാ മുടക്കിയത്, ഏത് നിസ്കാരമാ കളാക്കിയത്, ഏത് പള്ളിക്കെതിരെയാ പ്രവർത്തിച്ചത്, നീ ചെയ്തു പോയത് മുഴുവനും നിനക്കുള്ളതാണ്. വേറൊരാള് പോലും അത് വാങ്ങാൻ കടന്നു വരൂല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുഴുവനും അല്ലാഹു പടച്ചതമ്പുരാൻ ഈ ദുനിയാവില് നിനക്ക് എവിടെയൊക്കെ എന്തിനൊക്കെ ആയുസ് വന്നിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ സജ്ജീകരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും പാടാക്കാതെ മുഴുവനും സാക്ഷി പറയുകയാണ്. പുന്നാര നബിതങ്ങൾ ഏറ്റവും അധികം കരഞ്ഞു പോരായത്തേരാ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരായത്തേരാ സുജൂദിൽ കിടന്നുകൊണ്ട് നബിതങ്ങളുടെ കണ്ണുനീര് സുജൂദിൽ കിടക്കുന്ന പ്രവാചകരുടെ മുട്ടിലൂടെ ഒഴുകി പുറത്തേക്ക് വന്ന പോരായത്തേരാ. ഇതേ ആയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ഒരു സഹാബി വന്ന് കൊണ്ടുവരുമ്പോ ഈ ആയത്തെത്തിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മതി, ഓതൽ മതിയാക്കുക, ഓതൽ നിർത്തുക. ആ സഹാബി പറയുന്നു, യാ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആയത്തിനകത്ത് പറയുന്നതെന്താ? വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഉലൈ ഷഹീദാ. എല്ലാ സമുദായത്തിന്റെയും സാക്ഷികളെ നാളെ ആദരത്തിൽ കൊണ്ടുവരുമ്പോ ജീവിതം സാക്ഷി പറയുന്ന പരലോകത്ത് മുത്തുനബിയേ, ഈ സമുദായത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. കണ്ണുനീരോട് പ്രവാചകരുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമുദായത്തിന് സാക്ഷിയായിട്ട് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരികയാണ്. പിന്നെ ആരാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവോട് തുറന്നു പറയാ? നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും റെക്കോർഡ് ചെയ്തു പോയ രണ്ട് സാക്ഷികൾ അവിടെ അല്ലാഹുവിന്റെ കോടതിയിൽ വരികയാണ്. രഹസ്യങ്ങളും പരസ്യങ്ങളും റെക്കോർഡ് ചെയ്ത രണ്ട് സാക്ഷികൾ അവരാരാ? വലതുഭാഗത്ത് റക്കീബ്, ഇടതുഭാഗത്ത് അതീദ്. രണ്ടുപേരെ നിങ്ങൾക്ക് മാറ്റി വേണമെങ്കിൽ നന്മ എഴുതുന്ന മലക്ക്, തിന്മ എഴുതുന്ന മലക്ക്. എന്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചില സമയം നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും